الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം തഖ്വ ബോധത്തോടുകൂടി ജീവിക്കുകയും ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാം സത്യവിശ്വാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള സൗഭാഗ്യമാണ് വിശ്വാസം എന്നുള്ളത്. അതൊരു കെടാവളക്കായി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കർമ്മങ്ങൾ നിർബന്ധമാക്കുകയും ഐച്ഛികമായി ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാനും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ഒട്ടും അകലാതെ ജീവിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും, സ്ത്രീകളടക്കമുള്ള, അവർക്ക് ഫർളില്ല എങ്കിലും സ്ത്രീകളടക്കമുള്ള മുഴുവൻ ആളുകളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും ആ ദിവസം അവർക്ക് ലഭിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഒരിക്കൽ ഒരു സംസാരത്തിനിടയിൽ പറയുകയുണ്ടായി, മുസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ലഭിക്കുന്ന ഈ ഒരു ദിവസം പോലെ, അഥവാ മനസ്സ് ശുദ്ധരായി, ശരീരം ശുദ്ധരായി, ശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ച്, ശുദ്ധ മനസ്സോടുകൂടി
മറ്റ് യാതൊരു ഐഹിക താല്പര്യങ്ങളുമില്ലാതെ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുക എന്ന ഈ പുണ്യപ്രവർത്തി ആഴ്ചയിലൊരിക്കൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ, അതുപോലെ മാസത്തിലൊരിക്കലെങ്കിലും ഞങ്ങൾക്കങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ ഞങ്ങൾ ആ സമൂഹത്തെ മുഴുവനും മാറ്റിമറിക്കുമായിരുന്നു എന്ന്. അഥവാ നമ്മൾ അതിനെ ചിലപ്പോൾ ഒരു പ്രാധാന്യത്തോടു കൂടി കാണുന്നില്ല എങ്കിലും ഈ ഒരുമിച്ച് കൂടലിനെ അതിമഹത്തായ ഒരു കാര്യമായിട്ടാണ് മറ്റു പലരും നോക്കിക്കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. വെള്ളിയാഴ്ച പള്ളിയിൽ വരിക എന്ന് പറയുന്നത് അന്നത്തെ ചൂട് കൂടുതലുള്ള സമയമാണ് എങ്കിൽ ശീതീകരിച്ച ഹാളിലിരുന്ന് കൊണ്ട് വിശ്രമിക്കുവാനും ഉറങ്ങുവാനും മയങ്ങുവാനും വേണ്ടിയല്ല. അങ്ങനെ ആർക്കെങ്കിലും അനുഭവമുണ്ടാകുന്നുണ്ട് എങ്കിൽ പള്ളിയിൽ വന്ന് ജുമാ ഖുതുബ കേൾക്കുന്ന സമയത്ത് ഉറക്കം വരികയോ മയക്കം വരികയോ ഒക്കെയാണ് എങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടായേക്കാം. ആ കാരണങ്ങളിൽ ഒന്ന്, വിരസമായ രൂപത്തിലുള്ള തൻ്റെ കടമ നിർവഹിക്കുക എന്നത് മാത്രം നിർവഹിക്കുവാനുള്ള ഒരു ഖുതുബയായിരിക്കും അവിടെ നടക്കുന്നത്. അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയിൽ പറയുന്ന ആ ഖുതുബയിൽ വേണ്ടത്ര വിഷയങ്ങളോ ഗൗരവമേറിയ ചിന്തകളോ ഇസ്ലാമികമായി സംസ്കരിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടാവാതെ വരാം. അതും ഒരു കാരണമാണ്. മറ്റൊരു കാരണം നമ്മുടെ ഈമാനികമായ വിശ്വാസപരമായ തകർച്ചയോ തളർച്ചയോ ആണ്. ഈ കാരണങ്ങളിൽ ഏതായിരുന്നാലും ശരി, അതെല്ലാം പരിഹരിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തിലുള്ള അവസ്ഥയാണ് ഖുതുബക്കുള്ളത് എങ്കിൽ അത് പരിഹരിക്കേണ്ടത് കമ്മിറ്റിയും അതുപോലെ ഉത്തരവാദപ്പെട്ട ആളുകളുമാണ്. രണ്ടാമത് പറഞ്ഞ രൂപത്തിലുള്ള കാര്യമാണ് എങ്കിൽ എൻ്റെ ഈമാനിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ഇന്നൽ ഈമാന ലയഖ്ലഖു കമാ യഖ്ലഖു സൗബ്. പ്രവാചകൻ പറഞ്ഞതുപോലെ ഈമാനിന് തളർച്ചയുണ്ടാകാം. നിങ്ങളുടെ വസ്ത്രങ്ങൾ നുരുമ്പുന്നത് പോലെ ഈമാൻ നുരുമ്പിപ്പോകുന്ന അവസ്ഥയുണ്ടാകാം. അങ്ങനെ നുരുമ്പുന്നത് കൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോകുന്നത്, ഞാൻ മയങ്ങിപ്പോകുന്നത്. ആരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആലോചിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എൻ്റെ ഈമാനിന് എവിടെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്, അത് ഞാൻ തന്നെയാണ് നികത്തേണ്ടത് എന്ന ഓർമ്മ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിവസം അഥവാ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ മിമ്പറിൽ കയറി ഇറങ്ങുന്നത് വരെയുള്ള ഒരു പ്രത്യേകമായ സമയം മാത്രമല്ല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അന്ന് പ്രഭാതം മുതൽ അതിൻ്റെ പ്രത്യേകത തുടങ്ങുകയാണ്. നാം സുബ്ഹിക്ക് പള്ളിയിൽ വരുന്ന സമയത്ത് ആ പള്ളിയിൽ വെച്ചുകൊണ്ട് സുബ്ഹിക്ക് നാം എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സൂറത്ത് സജദയും സൂറത്തു അൽ ഇൻസാനുമാണ്. അത് വെള്ളിയാഴ്ചയാണ്. അതിലൊരു തിലാവത്തിന്റെ സുജൂദ് വരെ കടന്നു വരുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് എന്ന് നമ്മെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പള്ളിയിൽ വരുന്ന ആളുകൾക്കൊക്കെ ആ അനുഭവം ഉണ്ടാകും. ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞു, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ലഹു. വെള്ളിയാഴ്ച ദിവസം ഒരാൾ സുബ്ഹ് നമസ്കാരം ജമാഅത്തായി അയാൾ നമസ്കരിക്കുകയാണ് എങ്കിൽ ഒരു രാത്രി മുഴുവനും അയാൾ നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. വെള്ളിയാഴ്ച സുബൈ ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചാൽ അന്ന് തലേന്ന് രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെയുള്ള പ്രതിഫലമാണ് അയാൾക്കുണ്ടാവുക എന്ന്. മറ്റു ദിവസങ്ങളുടെ സുബ്ഹിന് പ്രവാചകൻ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ഒരു രാത്രിയുടെ പകുതിയും നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് എന്ന്. അപ്പൊ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയാണ് ഈ തിരുവചനത്തിൽ പ്രവാചകൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു തിരുവചനത്തിൽ പറയുന്നത്, അന്നെങ്ങാനും സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാന്റെ ദിമ്മത്തിലാണ്, അള്ളാന്റെ സംരക്ഷണത്തിലാണ്.
വെള്ളിയാഴ്ച എല്ലാ ദിവസവും അതുപോലെയുള്ള പ്രത്യേകതയുണ്ടെങ്കിലും വെള്ളിയാഴ്ചക്ക് പ്രത്യേകതമായി ആ ദിവസം ജമാഅത്തായി നമസ്കരിച്ചാൽ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, പ്രത്യേക ഉത്തരവാദിത്വത്തിലാണ്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അഫ്ളലു സ്വലവാത്തി ഇൻദല്ലാഹി സ്വലാത്തു സുബ്ഹി യൗമൽ ജുമുഅ ഫീ ജമാഅത്തിൻ, നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ നമസ്കാരം വെള്ളിയാഴ്ചത്തെ സുബ്ഹ് ജമാഅത്തായി നമസ്കരിക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ. സയ്യിദുൽ അയ്യാമി യൗമൽ ജുമുഅ, എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഒരു നേതാവുണ്ടാകും. ആ ഒരു സ്ഥാപനമാണെങ്കിൽ പോലും അവിടെ ഒരു മേലധികാരി ഉണ്ടാകും. ദിവസങ്ങളുടെ സയ്യിദ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ സയ്യിദ് യൗമൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് പ്രവാചകൻ പറയുന്നു. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഈ പറയുന്ന പ്രത്യേകതയും പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നാം ഒരു നേരം പോക്കായിട്ടോ, അതല്ലെങ്കിൽ എല്ലാവരും പള്ളിയിൽ പോകുന്നു, വെള്ളിയാഴ്ചയല്ലേ ഞാൻ എങ്ങനെ പോകാതിരിക്കും, അല്പസമയം അവിടെ പോയി ചെലവഴിക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ നാം ഈ വെള്ളിയാഴ്ചയും ജുമുഅയും ചെലവഴിക്കാറുള്ളത് എന്നത് നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന മിന്ന ഫുളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ എല്ലാ സെമിറ്റിക് മതങ്ങൾക്കും പ്രത്യേകമായ ആരാധനകൾക്ക് വേണ്ടി ഓരോ ദിവസങ്ങളുണ്ട്. ജൂതന്മാരായ ആളുകൾ ശനിയാഴ്ച അവർ അവരുടെ ആരാധന ദിവസമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ക്രൈസ്തവർ അവരുടെ ആരാധനയുടെ ദിവസമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങളും അവരുടെ ആരാധനയുടെ ദിവസമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളിയിലേക്ക് നിങ്ങൾക്ക് ഹിദായത്ത് നൽകി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് ആ തിരുവചനത്തിന്റെ അവസാനത്തിൽ പ്രവാചകൻ പറയുന്നു, നഹ്നു വല്ലാഖറൂന ഫീ അഹ്ലി ദുനിയ വൽ അവ്വലൂന യൗമൽ ഖിയാമ, നമ്മൾ ദുനിയാവിൽ അവസാനക്കാരാണ്, ഏറ്റവും അവസാനം വരുന്ന തലമുറയാണ്, സമൂഹമാണ്, ഉമ്മത്താണ്, പ്രവാചകന്റെ ഉമ്മത്ത്. എന്നാൽ നമ്മൾ അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ ആദ്യം വരുന്നവരാണ്. ദിവസങ്ങൾ എന്നുമ്പോ വെള്ളി, ശനി, ഞായർ എന്നാണ് എണ്ണുക. അതുകൊണ്ട് വെള്ളിയിലെ ആദ്യത്തിൽ നമ്മൾ വരും. ദുനിയാവിൽ നമ്മൾ ശേഷക്കാരാണെങ്കിലും നമ്മൾ ആഖിറത്തിൽ ആദ്യം വരുന്നവരാണ് എന്ന് പ്രവാചകൻ പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അതെന്റെ ഒരു പെരുന്നാളാണ്, എൻ്റെ ഈദാണ് എന്ന ചിന്തയുണ്ടാകണം. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന, അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസിൽ, ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഈദാണ്, ആഘോഷമാണ് വെള്ളിയാഴ്ച ദിവസം, അന്നത്തെ ജുമുഅ, അന്നത്തെ ഖുതുബ എന്നൊക്കെ പറയുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, ഈ ദിവസം നമ്മൾ പരിശുദ്ധമായ ഈ ഭവനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധമായ മനസ്സോടുകൂടി, ചിന്തയോടുകൂടി, ആലോചനയോടുകൂടി അന്നത്തെ ഉപദേശം കേൾക്കുവാനും നമസ്കരിക്കുവാനും വേണ്ടി കടന്നു വരുന്ന സമയത്ത് ഈ സദസ്സിൽ ഈ കാണുന്ന നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ആളുകൾ മാത്രമല്ല ഉള്ളത്, കണ്ണുകൾ കൊണ്ട് കാണുന്ന ആളുകൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളും ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളും ഈ സദസ്സിലുണ്ട്. പ്രവാചകൻ പറയുന്നത്, ഇദാ കാന യൗമൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ യക്തുബൂനൽ അവ്വല ഫൽ അവ്വല. നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ ഓരോ കവാടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകൾക്ക് ഡ്യൂട്ടി നൽകിയിട്ടുണ്ട്. ആ മലായിക്കത്തുകൾ ആ കവാടങ്ങളിലൂടെ പള്ളികളിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെയൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ട്.
അങ്ങനെ ആദ്യം വന്നവർ അങ്ങനെ അവർ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫൈദാ ജലസൽ ഇമാമു തവൗ അസ്സുഹുഫ. അങ്ങനെ ഇമാമ് മിമ്പറിൽ കയറിയാൽ ആ കിതാബ്, ആ രേഖ അവർ മടക്കി വെക്കും. പിന്നെ വന്നവർ ജുമാന്റെ കണക്കിലില്ല, ഫർളായ ജുമാക്ക് വരാത്തവരുടെ കണക്കിലാണുള്ളത്. ബാങ്ക് വിളിച്ചതിന് ശേഷം വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ, ഈ മലായിക്കത്തുകളുടെ ലിസ്റ്റിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഫർളായ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ജുമാക്ക് വരാത്തവരുടെ ലിസ്റ്റിലാണ് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇമാം മിമ്പറിൽ കയറി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മലായിക്കത്തുകളും ആ ഉപദേശം കേൾക്കുവാൻ വേണ്ടി ഇരിക്കുന്നതാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന, അത്രയും മുത്തഫഖുൻ അലൈഹിയായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസിലാണ് പറയുന്നത്. അപ്പൊ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണിത്. നമ്മുടെ പേരുകളെല്ലാം ആ മലക്കുകൾ അവരുടെ റിക്കാർഡുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്ന് മറ്റൊരു ഹദീസിലും നമുക്ക് കാണാവുന്നതാണ്. അഥവാ ആ ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ അവർ അവരുടെ ഏടുകൾ അവർ ചുരുട്ടി വെക്കുകയും പൂട്ടിവെക്കുകയും എന്നിട്ട് അവർ ഈ ദിക്ർ കേൾക്കുവാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുമെന്ന്. അങ്ങനെ പരിശുദ്ധരായ മലായിക്കത്തുകളും ഈ സദസ്സിലുള്ളത് കൊണ്ടായിരിക്കാം, അതുകൊണ്ട് കൂടിയായിരിക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വരുമ്പോ ഫല്യഗ്തസിൽ, കുളിക്കണട്ടോ എന്ന് പറഞ്ഞത്. അതൊരു സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. എല്ലാ ദിവസവും നമ്മൾ കുളിക്കാറുണ്ട്. ആ കുളിക്കുന്ന തഹൂറാക്ക് ആകുന്നതിന്റെ ആ പ്രതിഫലം അതിന് ലഭിക്കും. പക്ഷെ വെള്ളിയാഴ്ച നാം ഒരു സുന്നത്ത് കൂടി നിർവഹിക്കുന്നതിന്റെ കൂലി അതിന് കിട്ടുകയാണ്. വെള്ളിയാഴ്ച പള്ളി പോകാൻ വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന നിയ്യത്തുണ്ടായാൽ ഈ പരിശുദ്ധരായ മലായിക്കത്തുകൾ കൂടിയുള്ള സദസ്സിലേക്കാണ് എനിക്ക് പോകാനുള്ളത്. വൈൻകാന തീബുൻ ഫൽയമസ്സ മിൻഹു, നിങ്ങൾ സുഗന്ധം പൂശണം. പുരുഷന്മാർ, നിങ്ങൾ പള്ളിയിലേക്ക് പോരുന്ന സമയത്ത് സുഗന്ധങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് പൂശണം എന്ന് പറഞ്ഞത്. വഅലൈക്കും ബിസ്സിവാക്ക്, അതുപോലെ നിങ്ങൾ മിസ്വാക്ക് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്യുകയും വേണം. മലായിക്കത്തുകളൊക്കെ ഉള്ള സദസ്സാണ്. അതുകൊണ്ട് വായ നാറുന്ന വിധത്തിലാകരുത്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടാകുന്ന വിധത്തിലാവരുത്, നിങ്ങൾ മോശമായ വിധത്തിലാവരുത്. വളരെ ശുദ്ധിയോടുകൂടി, പവിത്രമായ ശരീരത്തോടുകൂടി, പരിശുദ്ധമായ ഡ്രസ്സോടുകൂടി, അങ്ങനെയെല്ലാമുള്ള അവസ്ഥയിലായിരിക്കണം നിങ്ങൾ പള്ളിയിലേക്ക് പോകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് പറയുന്നത് അൽ ജുമുഅത്തു യൗമു ഇജ്തിമാഇൽ മുസ്ലിമീന ലിദ്ദിക്രി വത്തആറുഫി വൽ ജുലൂസു ബഅ്ലുഹും ബിബഅ്ലിൻ. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരു പ്രദേശത്തുള്ള വിശ്വാസികൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ദിവസമാകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിദ്ദിക്രി വത്തആറുഫി വൽ ജുലൂസി ബഅ്ലുഹും ബിബഅ്ലിൻ. അവർക്ക് ഉത്ബോധനം ലഭിക്കുന്നതിന് വേണ്ടി, പരസ്പരം കണ്ടും മറിഞ്ഞും സംസാരിച്ചിരിക്കുകയും ചെയ്യുവാൻ വേണ്ടി, അവർ പരസ്പരം ബന്ധങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി എല്ലാം അവർക്കുള്ള ദിവസമാകുന്നു. വസമാഉ ഉമൂരി ദുനിയാ വല്ലാഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ ഖുതുബയിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോ പരസ്പരം അറിയാനും ബന്ധങ്ങൾ പുതുക്കുവാനും ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും ദുനിയവിയും ഉഖ്റവിയുമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനുമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അത് അലസമായി വന്ന് ഇരുന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്ത് ആ ഒരു 10, 20, 30 മിനിറ്റ്, 24 മണിക്കൂറാണ് ഒരു ദിവസം. നമുക്ക് ജുമാക്ക് ആകെ എടുക്കുന്നത് കൂടിയാൽ ഒരു 40 മിനിറ്റാണ്, അല്ലെ ഒരു 45 മിനിറ്റാണ്. അങ്ങനെ ആകുമ്പോഴേക്ക് തന്നെ ആളുകൾ പുറകിൽ കൂടുതൽ തുടങ്ങും. സമയം കൂടിപ്പോണിട്ടോ, അങ്ങനെ വൈകിപ്പോകുന്നുണ്ടോ. 24 മണിക്കൂർ ആ ദിവസം ഉണ്ടായിട്ട്, ഇത്രയും ശ്രേഷ്ഠകരമായ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, 1 മണിക്കൂറെങ്കിലും ഞാൻ അതിനു വേണ്ടി ചെലവഴിക്കട്ടെ. ആശ്വാസത്തോടുകൂടി, സമാധാനത്തോടുകൂടി, തഖ്വാബോധത്തോടുകൂടി, ഈമാനോടുകൂടി ഞാൻ
ഞാൻ ആ വെള്ളിയാഴ്ചയിൽ 1 മണിക്കൂർ എൻ്റെ റബ്ബിന് വേണ്ടി, റബ്ബുമായി അടുക്കുവാൻ വേണ്ടി, എൻ്റെ സഹോദരങ്ങളുമായി ബന്ധം പുലർത്തുവാൻ വേണ്ടി എന്ന് പലപ്പോഴും പലരും ആലോചിക്കാറില്ല. പല കാരണങ്ങൾ കൊണ്ടും അത്ര മതി ഇത്ര മതി എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് പലയിടങ്ങളിലും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവാം, ഉദ്യോഗസ്ഥന്മാരുണ്ടാകുന്ന, വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന പോകേണ്ടുന്ന സ്ഥലങ്ങളുള്ളയിടത്ത് പലപ്പോഴും അങ്ങനെ വേണ്ടി വരും. ആ രൂപത്തിൽ എന്നാലും നമ്മൾ പരമാവധി അതിന്റെ സമയം കണ്ടെത്തേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ സുമ്മ അത്തൽ ജുമുഅ ഫസ്തമഅ വഅൻസത. ഒരാൾ വെള്ളിയാഴ്ച ആണാകട്ടെ പെണ്ണാകട്ടെ കുളിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, സുഗന്ധങ്ങൾ പൂശി, ഒളു എടുത്തു, അങ്ങനെ ജുമാക്ക് വന്നു, മിണ്ടാതെ ഇരുന്നു, ഖുതുബ ശ്രദ്ധിച്ചു കേട്ടു എങ്കിൽ അവന്റെയും ഒരു ജുമായുടെയും ഇടയിലുള്ള അഥവാ ഒരാഴ്ചത്തെ അവനിൽ വന്നു പോയേക്കാവുന്ന പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുന്നതാണ്. എത്ര വലിയ ഓഫറാണ്! ഈ പറഞ്ഞ നല്ല മനസ്സോടുകൂടി ചിന്തയോടുകൂടി ജുമാക്ക് വന്ന് എന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്നതിന്റെ അർത്ഥം, ഭാഗത്തിന്റെ അർത്ഥം. മിണ്ടാതിരിക്കുക. അടുത്തുനിന്ന് ഒരാൾ സംസാരിച്ചാൽ പോലും, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ ഉറങ്ങാൻ വിചാരിക്കുക, മറ്റോൻ തോണ്ടി ഉണർത്താൻ കഴിയില്ല, അവന്റെ ജുമാ പോകും. നബി ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമായിൽ ഒരു ആയത്തോതിയപ്പോ, ഖുതുബയിൽ ഒരു ആയത്തോതിയപ്പോ ഒരു സഹാബി അടുത്തിരിക്കുന്ന സഹാബിയോട് ചോദിച്ചു, ആ ആയത്ത് എന്നിറങ്ങിയതായിരുന്നു, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് ചോദിച്ചു. അയാൾ മിണ്ടിയില്ല. ആ സമയത്ത് അയാൾ മിണ്ടിയില്ല. ജുമാ കഴിഞ്ഞതിന് ശേഷം അയാളോട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ ജുമാക്കിടയിൽ ഖുതുബക്കിടയിൽ സംസാരിച്ചാൽ അവനോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും 2 ആളെയും ജുമാ ബാത്തിലായി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നീ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതിരുന്നത് എന്ന്. അത്രക്ക് മറ്റൊരാളുമായി സംസാരിക്കാനോ ഒരാൾ അശ്രദ്ധമായി നിൽക്കുന്നത് കണ്ടാൽ അയാളെ ഉണർത്താനോ പോലും പാടില്ലാതെ സ്വയം ബോധത്തോട് കൂടി കണ്ണെടുക്കാതെ ഇമാമിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഖുതുബ കേട്ടുകൊണ്ട് ഇരിക്കേണ്ടുന്ന പരിശുദ്ധമായ ഒരു സദസ്സാണ് എങ്കിൽ നിങ്ങളുടെ ഒരാഴ്ചത്തെ പാപം അല്ല. വീണ്ടും പ്രവാചകൻ പറയുന്നു, വസിയാദതു സലാസതി അയ്യാമിൻ, 3 ദിവസം അധികവും. ഒരാഴ്ചയിലെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല 3 ദിവസത്തേത് അധികവും പൊറുക്കപ്പെടും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൻ യഗ്തസല സുമ്മ അത്തൽ ജുമാ ഫസല്ല മാ ഖുദ്ദിറ ലഹു സുമ്മ അൻസത ഹത്താ യഫറഗ മിൻ ഖുതുബതിഹി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മറ്റു തിരുവചനത്തിലും ആ ഹദീസ് അതേ രൂപത്തിൽ പറയുന്നു. നിരവധി ഹദീസുകളിലൂടെ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ജുമാക്ക് നേരത്തെ വരിക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നറിയാത്ത ഒരു മദ്രസയിൽ പോകുന്ന കുട്ടി പോലും ഉണ്ടാവുകയില്ല. മദ്രസയിൽ പോകുന്ന ഒരു കുട്ടി പോലും ഉണ്ടാവുകയില്ല. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ച് ചോദിക്കുക, മോനെ വെള്ളിയാഴ്ച ജുമാക്ക് ആദ്യം പോകുന്ന ആൾക്ക് കിട്ടുന്ന കൂലി എത്രയാണ് എന്ന് ചോദിച്ചാൽ അവനും പറയും, ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്തതിന്റെ കൂലി അവന് കിട്ടും. ആ കുട്ടിക്ക് വരെ അറിയാം. പക്ഷെ അറിയാത്തതിന്റെ കുഴപ്പമല്ല, അത് പ്രാവർത്തികമാക്കാത്തതിന്റെ കുഴപ്പമാണ്. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഒട്ടകം ഒരാൾക്കുണ്ടാവുക എന്നുള്ളത് വില പിടിപ്പുള്ള ഒരു കാറ് തന്റെ പോർച്ചിൽ ഉണ്ടാകുന്നതിന് സമമായിരുന്നു. അറബികൾക്ക് അത്തരത്തിലുള്ള പ്രതിഫലം ഒരു ജുമായിൽ പങ്കെടുത്താൽ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാർഷിക ലോണായിക്കൊണ്ട് കൃഷി വകുപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെടിയോ വിത്തോ ലോണോ കിട്ടുകയാണെങ്കിൽ നമ്മൾ കാറെടുത്ത് പോയി അവിടെ ക്യൂ നിന്ന് മണിക്കൂറുകൾ ചെലവഴിക്കാൻ നമുക്കാർക്കും മടിയില്ല. കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ അവസ്ഥയല്ലേ എന്ന് നാം ആലോചിച്ച് നോക്കണം. എന്നിട്ടൊരു പക്ഷേ വെറുതെ ഇരുന്നാൽ പോലും വെള്ളിയാഴ്ച അല്പം നേരത്തെ പള്ളിയിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് അല്പസമയം പാരായണം ചെയ്യാൻ കൂടിയുള്ള സന്മനസ് നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജുമുഅ ദിവസം എന്ന് പറയുന്നത്
അതുപോലെ ജുമാ ഖുതുബ എന്ന് പറയുന്നത്, അന്നത്തെ നമസ്കാരങ്ങൾ എന്ന് പറയുന്നത്, അന്നത്തെ സുബ്ഹ് എന്ന് പറയുന്നത്, അന്നത്തെ ഓരോ സെക്കൻഡുകൾ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠതയേറിയതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. നമ്മുടെ പ്രാർത്ഥനകൾ എന്തായിരുന്നാലും ഹലാലായ പ്രാർത്ഥനയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്ന ഏതോ ഒരു സമയം ഈ വെള്ളിയാഴ്ചയിൽ എവിടെയോ ഉണ്ട്. ഏതാന്ന് കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടില്ല, ഏതോ ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഏത് സമയവും നമുക്ക് പ്രാർത്ഥന നിരതരാവുകയും ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സ്വീകരിക്കും, അവൻ നമുക്ക് പൂർത്തീകരിത്തരും. ഈ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളിയാഴ്ചയെയും ജുമാ ഖുതുബയെയും കാണാനും അത് പ്രാവർത്തികമാക്കുവാനും സർവാധിനാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വർഷങ്ങളോളം ഉറക്കമൊളിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് തയ്യാറെടുക്കുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. വർഷങ്ങളോളം ചെലവഴിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് തയ്യാറെടുക്കുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ പരീക്ഷ ഇന്ന് കൈക്കൂലിക്കാരൻ്റെ കരങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 152 തവണ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാവുകയുണ്ടായി. 1, 2, 10 തവണയല്ല, 152 തവണ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നീറ്റ് ചോദ്യപേപ്പറുകൾ 32 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ വിറ്റഴിക്കപ്പെടുന്നു എന്നാണ്. നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 32 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം വരെ രൂപക്ക് വിറ്റഴിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യതയെ കീറിമുറിക്കുന്ന അവസ്ഥയാകുന്നു അത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ 20 വിദ്യാർത്ഥികൾ ഇതുവരെ അവർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലാത്തിച്ചാർജിലും അതുപോലെയുള്ള ക്രൂരമായ നടപടികളിലും ഒരു കുട്ടി മരണപ്പെടുകയുമുണ്ടായി. നമുക്കറിയാം, ഡൽഹിയിലെ തെരുവുകളിൽ കണ്ണീർ വാതകത്തിൻ്റെ പുകച്ചുരുളുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലാത്തിച്ചാർജിൻ്റെ മുറിവുകളുമായി ഒരു യുവ തലമുറ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ കൊളുത്തുന്നത്, ആ യുവാക്കൾ കൊളുത്തുന്നത് കലാപത്തിൻ്റെ തീജ്വാലയല്ല, മറിച്ച് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലക്കുന്ന ദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള സമരാഗ്നിയാണ് ആ ചെറുപ്പക്കാരിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അധികാരത്തിൻ്റെ ലഹരിയിൽ മുങ്ങിയ ഭരണകൂടം സ്വന്തം യുവത്വത്തെ വരെ തലക്കടിച്ചുകൊണ്ട് വീഴ്ത്തുന്ന ദാരുണമായ കാഴ്ച കഴിഞ്ഞ ദിവസം മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദുഃഖകരമായ ആ വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു. ബാരിക്കേഡുകളും ലാത്തിയും കണ്ണീർ വാതകവും മാത്രമല്ല, കുറുവടികളേന്തിയിട്ടുള്ള സംഘ് പരിവാർ ഗുണ്ടകളെയും കൂടിയാണ് ഈ സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിട്ടുള്ള ഈ യുവാക്കളെ നേരിടുവാൻ വേണ്ടി രംഗത്തിറക്കിയിട്ടുള്ളത്.
നെയിം ടാഗ് പോലുമില്ലാത്ത പോലീസുകാർ ഉണ്ടാവുകയില്ലല്ലോ. കുറുവടികളും ഏന്തിക്കൊണ്ട് വന്നിട്ടുള്ളത് പോലീസുകാരല്ല. ചില ആളുകളുടെ കുറുവടികളിൽ ആണി പോലും തറച്ച് അത് ശരീരത്തിൽ പതിച്ചതിന്റെ അടയാളങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ജന്തർ മന്ദറിലെ സമരം 40 ദിവസം പിന്നിട്ടിട്ടും അതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തുവാനോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10 വർഷത്തിനിടയിൽ 152 തവണ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ട് അതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിക്കുവാനോ അവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാനോ അധികാരികൾ ശ്രമിച്ചിട്ടില്ല. സാധിച്ചിട്ടില്ല എന്നല്ല, സാധിക്കുമെന്നത് ഉറപ്പാണ്. അവർ ശ്രമിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച പുറത്തായാൽ ആ പരീക്ഷ ഞങ്ങൾ പകരം നടത്താം എന്ന് പറയുക മാത്രമാണ് അവർ ചെയ്യുന്ന പരിഹാരം. ഈ ലക്ഷങ്ങൾ മുടക്കുന്ന, വർഷങ്ങൾ ചെലവഴിക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഉത്കണ്ഠ വീണ്ടും വീണ്ടും കൂട്ടുന്ന അവസ്ഥയാണ് ഭരണാധികാരികളുടെ അടുത്ത് നിന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതികരിക്കുന്ന ഏതൊന്നിനെയും കുഴിച്ചു മൂടുക എന്നതാണ് ഫാഷിസത്തിന്റെ രീതി. ഫാഷിസം അത് എപ്പോഴും സ്വീകരിക്കുന്ന രീതി തങ്ങൾക്കെതിരിൽ പ്രതികരിക്കുന്ന, ശബ്ദിക്കുന്ന ആരാണോ ആ ആളുകളെ അത് കുഴിച്ചു മൂടിക്കളയുക, നശിപ്പിക്കുക എന്നതാണ്. ലക്ഷക്കണക്കിന് വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന MP-മാരെ പോലും തെരുവിൽ വലിച്ചിഴക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ ഡൽഹിയിലുള്ള ഏതാനും പാറ്റകൾ മാത്രമല്ല, രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ആളുകളാണ്, ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. ഒരു നാട്ടിന്റെ ഗതി മാറ്റിയൊഴുക്കാൻ കഴിയുന്നവരാണ് ചെറുപ്പക്കാർ. നാം യുവത്വത്തെ കുറിച്ച് കഴിഞ്ഞ ഒരു ഖുതുബയിൽ നാം പ്രതിപാദിച്ചിരുന്നു. അവിടെ എവിടെയും മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാനും ചെറുക്കാനും ചെറുത്തു തോൽപ്പിക്കുവാനും കഴിവുള്ള ശക്തരായ ആളുകളാണ് ചെറുപ്പക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാജ്യത്തുള്ള ആളുകൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്, ഏറ്റെടുക്കേണ്ടതുമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിന്റെ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്, ഇന്നലെയുണ്ടായിട്ടുണ്ട്. നാടിന്റെ പല ഭാഗങ്ങളിലും പല സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്, പ്രതികരിക്കേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹകരണങ്ങളും പിന്തുണയും പരമാവധി നൽകേണ്ടതാണ്. കാരണം ഈ നാടിനെ തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്തിന്റെ അധികാരികളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പരമാവധി പങ്കാളികളാകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഇന്നും സാധാരണ പോലെ നമ്മുടെ കളക്ഷൻ ജുമാക്ക് ശേഷം നടക്കും. ഇന്ന് മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളക്ഷനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറയുന്നു, ഇന്നമസ്സദഖത്തു തുത്ഫിഉ ഗളബർ റബ്ബി വതദ്ഫഉ മീതതസ്സൂ. സദഖ ചെയ്താൽ, ദാനം ചെയ്താൽ അള്ളാഹുവിന്റെ കോപത്തെ അത് കെടുത്തിക്കളയുന്നു. അള്ളാഹുവിന്റെ കോപത്തെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിത രീതികളിലുള്ള അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കുമ്പോഴുള്ള അവന്റെ അനിഷ്ടം നേടേണ്ട വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പടച്ചവന്റെ കോപവും അനിഷ്ടവും നമുക്ക് നേരെയുണ്ടാകും. എന്നാൽ അള്ളാന്റെ മാർഗത്തിൽ നാം വിയർപ്പൊഴുക്കിയുണ്ടാക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് ചെലവഴിക്കുമ്പോൾ പടച്ചവന്റെ ആ കോപം തണുത്തു പോവുകയാണ്. അവൻ നമ്മോട് സ്നേഹമുള്ളവനായി തീരുകയാണ്. അതുപോലെ തന്നെ അപമൃത്യുവിൽ നിന്ന് അള്ളാഹു നമ്മെ തടയും. മോശമായ മരണം, മരിക്കാൻ എവിടെയായിരുന്നാലും മരിക്കും. എന്നാൽ മോശമായ രൂപത്തിലുള്ള മരണത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരുവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പരമാവധി നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം ഈ പറഞ്ഞ രൂപത്തിലുള്ള പരിശുദ്ധമായ ഒരു ദിവസത്തെ
പരിശുദ്ധമായ ഒരു സമയത്ത് ഏറ്റവും നല്ല ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കളക്ഷൻ നടത്തുമ്പോൾ പരമാവധി അതുമായി സഹകരിക്കുക. ലാഭമേ ഉണ്ടാവുകയുള്ളൂ, ഒരു നഷ്ടവും ഒരിക്കലും ദുനിയാവിലുണ്ടാവുകയില്ല. ആഖിറത്തിലാകട്ടെ മികച്ച മെച്ചവുമാണ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ ആശീർവാദവും അനുഗ്രഹവുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ മുമ്പും സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച കടന്നു വരുമ്പോ എനിക്കൊരു 10 രൂപ 100 രൂപ നൽകാൻ കഴിഞ്ഞാൽ, പടച്ചവനെ അതിനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകിയല്ലോ, എന്തൊരനുഗ്രഹമാണ് എനിക്ക് നീ നൽകിയത് എന്ന സതുദ്ദേശത്തോടു കൂടി നൽകാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായ നല്ല ചിന്തകളും അത് നടപ്പിലാക്കുവാനുള്ള തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം 18 വയസ്സായ നമ്മുടെ ഈ മഹല്ലിലെ ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇനിയും നിയമ തടസ്സങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണ്, നാട്ടിലെത്തിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറി ആ മയ്യത്ത് നാട്ടിലെത്തുവാനും ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുവാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമാറാകട്ടെ. 18 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്. ആ കുടുംബത്തിന് എത്രമാത്രം വേദനയും പ്രയാസവും ഉണ്ടാകും എന്ന് അളക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ. മറ്റൊരു വഴിയിൽ അള്ളാഹു അനുഗ്രഹം അവൻ വിധിച്ചിട്ടുണ്ടാകാം എന്ന് സമാധാനിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ ഈമാനും എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെള്ളിയാഴ്ചക്ക് അതിൻ്റെതായ പ്രാധാന്യവും മഹത്വവും നൽകി ആ രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.